have been here since yesterday, and these 3 days I kept only so that I could meet all of you in every Vidhan Sabha, and I could thank you from my heart for everything you did for my election. ഞാൻ ഇന്നലെ മുതൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ട്. ഈ വരവിന്റെ ഉദ്ദേശം 7 നിയോജക മണ്ഡലങ്ങളിൽപ്പെട്ട ഏറ്റവും താഴെത്തട്ടിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ചവരെ നേരിൽ കണ്ട് അവരോട് ഈ വിജയത്തിൽ എന്റെ നന്ദി രേഖപ്പെടുത്തുക എന്നത് മാത്രമാണ്. So I came specially just to say thank you to all of you, because as you know, for many years I managed the election of Sonia ji and Rahul ji in Uttar Pradesh, in Raebareli and Amethi. ഞാൻ വന്നിരിക്കുന്ന പോലെ ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. ഞാൻ കഴിഞ്ഞ ഏകദേശം 35 വർഷമായി റായ്ബറേലിയിലും അമേഠിയിലും രാഹുൽജിയുടെയും സോണിയാഗാന്ധിയുടെയും തിരഞ്ഞെടുപ്പുകൾ ഏകോപിപ്പിക്കുന്ന ചുമതലയുണ്ടായിരുന്നു. And when I first went to Amethi to fight the election for my mother, I would like to tell you that there was no organization on the ground. For many years, my father had passed away some years ago. For many years, the Congress organization on the ground in Amethi had become very weak and scattered. ഞാൻ ആദ്യമായി അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമേഠിയിൽ തിരഞ്ഞെടുപ്പ് മത്സരത്തിന് സമയത്ത് പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അമേഠിയിൽ യാതൊരു വിധത്തിലുള്ള സംഘടനാ സംവിധാനവും ഉണ്ടായിരുന്നില്ല. എന്റെ പിതാവ് രാജീവ് ഗാന്ധി മരണപ്പെട്ടതിന് ശേഷം കുറെ നാൾ ആ മണ്ഡലത്തിൽ സംഘടന വളരെ ദുർബലമായി ഉണ്ടായിരുന്ന പ്രവർത്തകർ മുഴുവൻ ചിതറിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. So in 1999, when my mother fought her first election and sent me there, I used to campaign in the daytime, and in the evening till 3-4 in the morning, I used to have meetings with the workers who were left in our blocks. And slowly at night we used to sit down, make the block committee, choose the block president, and like that we used to manage the campaign. അതുകൊണ്ട് 1999 സോണിയാഗാന്ധി ആദ്യമായി അമേഠിയിൽ മത്സരിക്കുമ്പോൾ എന്നെ അവിടെ പ്രവർത്തനത്തിന് വേണ്ടി അയച്ചു. അവിടെ എനിക്ക് പകൽ സമയം പ്രചരണവും രാത്രി സമയം പുലർച്ചെ ഏകദേശം 3-4 മണി വരെ ബ്ലോക്ക് പ്രസിഡന്റുമാരെല്ലാമായി ഇരുന്നു കൊണ്ട് അവിടുത്തെ സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്യേണ്ട പ്രവർത്തനമായിരുന്നു എനിക്ക് ചെയ്യേണ്ടത്. അവിടുത്തെ ഏറ്റവും താഴെത്തട്ടിലുള്ള ബാക്കി അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ ഏകോപിപ്പിച്ചു വേണ്ടിയിരുന്നു ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. So that is when I started to learn how important all of you are, the people who are working on the ground, in the blocks, in the panchayats, in the villages for an election. അവിടെ നിന്നാണ് സംഘടനയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള നമ്മുടെ സംഘടനയുടെ ബലത്തിന്റെ ആവശ്യകത എനിക്ക് ബോധ്യപ്പെട്ടത്. നമ്മുടെ ബ്ലോക്കില് അതുപോലെ തന്നെ മണ്ഡലങ്ങളിൽ നമ്മുടെ ബൂത്തുകളിൽ ഏറ്റവും താഴെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നവരുടെ ഏറ്റവും പ്രാധാന്യം എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. And when I came here to fight my own election 35 years later, or maybe 25 years later, my brother told me, Rahul ji told me, you only campaign. Leave the whole election to the organization in Wayanad. അതുകൊണ്ട് ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഏകദേശം 35-25 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോട് രാഹുൽ ഗാന്ധി പറഞ്ഞത്, നിങ്ങൾ പ്രചരണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുഴുവൻ ഇവിടുത്തെ സംഘടനാ സംവിധാനത്തിന് വിട്ടുകൊടുക്കുക എന്നാണ് എന്നോട് പറഞ്ഞത്. So I was very worried. I thought, how is it possible? I must find out. He said, no. You listen to your brother. You leave it to the organization and to the leaders in Wayanad, and they will fight the election for you. You only campaign in this election. എനിക്ക് ആദ്യം ആശങ്കയുണ്ടായിരുന്നു, അതെങ്ങനെയാണ് ഞാനൊന്നിലും ഉൾപ്പെടാതെ അല്ലെങ്കിൽ എന്റെ മേൽനോട്ടമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ എന്റെ സഹോദരൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ പ്രചരണത്തിൽ മാത്രം ശ്രദ്ധിക്കുക, ബാക്കി തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും വയനാടിന്റെ നേതൃത്വത്തിലും സംഘടനാ സംവിധാനത്തിലും വിട്ടുകൊടുത്താൽ മാത്രം മതി എന്നാണ്. So I listened to him, and I noticed wherever I went that you were working as one team. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പോലെ തന്നെ ഞാനത് ശ്രദ്ധിച്ചു, ഞാനത് കേട്ടു. ഞാൻ പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എവിടെ ചെല്ലുമ്പോഴും നിങ്ങൾ ഓരോരുത്തരും ഒരു മനസ്സോടുകൂടി ഒരു ടീമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത് എനിക്ക് കാണുവാൻ സാധിച്ചു. That while I was going campaigning, you were going house to house, family to family, talking, distributing pamphlets, spreading the word and fighting for our party and our
alliance. ഞാൻ അങ്ങനെ പ്രചരണത്തിന് വേണ്ടി ഞാൻ പോകുമ്പോൾ നിങ്ങൾ അതേസമയം വീടുകളിലേക്ക് ചെന്ന് കുടുംബങ്ങളെ കണ്ട് അവരോട് സംസാരിച്ച് നമ്മുടെ ലഘുലേഖകൾ വിതരണം ചെയ്ത് അവരോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. And I am extremely proud to say that this result which I received in this election, this victory, does not belong to me. It belongs to all of you. It was your hard work. അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഈ വിജയത്തിന്റെ അവകാശം അത് എനിക്കല്ല, നിങ്ങളെ പോലുള്ള ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിച്ച പ്രവർത്തകരുടെ വിജയമാണ് എന്ന അഭിമാനത്തോടു കൂടി പറയുന്നു. And you must understand, I'm sure you understand it in your own ways, but you must understand that today the fight that we are fighting, the fight that all of you are fighting, is not just a fight for our own politics or our own ideas. It is a fight for the Constitution of India, for the essence of India, for everything that makes our nation what it is today. നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായിട്ടുമുണ്ട്, ഈ പോരാട്ടം നമ്മുടെ രാഷ്ട്രീയത്തിനും നമ്മുടെ ആശയങ്ങൾക്കും വേണ്ടി മാത്രമുള്ള ഒരു പോരാട്ടമല്ല. നമ്മുടെ ഈ പോരാട്ടം ഇന്ന് നടക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ ഇന്ത്യയുടെ ആശയത്തിന്റെ അന്തസ്സത്തെയും രക്ഷിക്കുന്നതിന് വേണ്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. It is probably for the first time in the history of our nation that we have a government which is working to weaken the constitution and to weaken democracy. നമ്മുടെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഭരണകൂടം തന്നെ രാജ്യത്തിന്റെ ഭരണഘടനയെ ദുർബലപ്പെടുത്താനും അതിനെ നശിപ്പിക്കാനും വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകുന്നു. So you are not just soldiers and warriors for the UDF. You are soldiers and warriors for the soul of India. അതുകൊണ്ട് നിങ്ങൾ UDFന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ മാത്രം പോരാളികളല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ ആത്മാവിന്റെ പോരാളികളാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. It is through you that people will understand the truth about what is going on in our country. Through you that people will understand that we are fighting for their rights, for them to be stronger, for our constitution. ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നറിയുന്നത് നിങ്ങളിലൂടെയായിരിക്കും. ഈ രാജ്യത്ത് നടക്കുന്ന പോരാട്ടങ്ങളെ സംബന്ധിച്ച്, ഈ ഭരണഘടന സംരക്ഷിക്കാൻ നടത്തേണ്ട പോരാട്ടത്തെക്കുറിച്ച് ജനങ്ങൾ അറിയേണ്ടത് നിങ്ങളിലൂടെയായിരിക്കും. And equally, it is through you that the voice of the people will be carried to us and we will be able to represent it better in Parliament and in the Assembly. അതുപോലെ തന്നെ നിങ്ങളിലൂടെ തന്നെയാണ് ജനങ്ങളുടെ ശബ്ദം നമ്മളിലേക്ക് എത്തുന്നത്, നേതൃത്വത്തിലേക്ക് എത്തുന്നതും. ആ ശബ്ദത്തെ നമുക്ക് ഇന്ത്യയുടെ പാർലമെന്റിലും നിയമസഭയിലും ഉൾപ്പെടെ ജനങ്ങളുടെ ശബ്ദമായി പ്രവർത്തിക്കാൻ കഴിയുന്നതും നിങ്ങളിലൂടെ തന്നെയായിരിക്കും. I know that the election results were not only the result of your work during the election campaign. They came the way they did because of your work with Rahul ji for the last 5 years. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ മാത്രമായിട്ടല്ല നമുക്ക് ഇത്തരം ഒരു വിജയം നമുക്ക് ലഭിച്ചത്. കഴിഞ്ഞ 5 വർഷം രാഹുൽ ഗാന്ധി MP ആയിരിക്കുമ്പോഴും അദ്ദേഹത്തോടൊപ്പം നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ കൂടെ ഫലമാണ് ഈ വിജയം. So it is because you remain connected to people, because you understand what their issues are, because you bring those issues to us at the right time, that we are able to resolve problems and work properly. നിങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ സമയാസമയങ്ങളിൽ നേതൃത്വത്തിലേക്ക് എത്തി അതിന് പരിഹാരം കണ്ടെത്തി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ച് പരിഹാരം കണ്ടെത്തിയതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. My colleagues on stage spoke about the man-animal conflict. I know it is a very deep issue which is very troubling for all of you. I myself came here around 10 days back because a lady was killed by a tiger. At that time, I held a meeting with the district magistrate and with all the forest officials. And you're right, Bashir ji, when you say that we do not have enough funds coming in for it. And I spoke to them, I promised them that I will try my best to raise funds and also to speak to the authorities, to speak to the central government, state government, write to them, put pressure on them so that more funds can be allocated. Because until they have the adequate funds, then that protection will not be complete. ഇവിടെ എന്റെ സഹപ്രവർത്തകൻ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ മനുഷ്യ വന്യജീവി സംഘർഷത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഞാനിവിടെ കഴിഞ്ഞ ദിവസം കടുവ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ ഉൾപ്പെടെ വന്നിരുന്നു. അതിനുശേഷം ജില്ലാ അധികൃതരുമായി ഞാൻ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം
മതിയായ ഫണ്ട് അതിനുവേണ്ടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഫണ്ട് ലഭിക്കാത്തതിന്റെ പരിമിതിയോടുകൂടി പ്രവർത്തനങ്ങൾക്ക് വേഗത വരാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് അതിന് CSR ഫണ്ടുകൾ ഉൾപ്പെടെ മറ്റു തരത്തിൽ നിന്ന് ഫണ്ടുകൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയും കേന്ദ്ര സർക്കാരിൽ നിന്ന് വേണ്ട ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയും പ്രവർത്തനം നടത്തുമെന്ന് ഞാൻ പറയുകയുണ്ടായി. I had said during my election campaign that tourism should be a focus. Farming and agriculture should be a focus. And in the next 4.5 years, I intend to focus on these aspects and to try my best to improve facilities, to improve the people's perception, to make them understand what a beautiful place it is here to visit. As you talked about the Chaliyar area, I will take that up as well. And I will push and pressurize as much as I can in Parliament and outside of it for all these issues to be raised and also for us to receive funds and the adequate help that we require. ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ എത്തിയപ്പോൾ ഈ വയനാടിന്റെ ടൂറിസം രംഗത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കേണ്ടത് സംസാരിക്കേണ്ടായി. ടൂറിസം എത്രമാത്രം നമുക്ക് പ്രാധാന്യമാണ് ഉള്ളത് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ഇവിടുത്തെ കൃഷിയെ ഉൾപ്പെടെ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ചാലിയാർ പുഴയോട് ചേർന്നുള്ള ടൂറിസം പദ്ധതിയെ കുറിച്ച് എന്റെ സുഹൃത്ത് പറയുണ്ടായി. അതുൾപ്പെടെ നമുക്ക് ഏറ്റെടുത്ത് കേന്ദ്രത്തിൽ നിന്ന് പരമാവധി ഫണ്ട് നമുക്ക് ലഭ്യമായിക്കൊണ്ട് ടൂറിസം രംഗത്തെ ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ അടുത്ത 4 വർഷം ശ്രമിക്കും. But of course, these are the larger issues that we are facing. There are small everyday issues that you know best. പക്ഷേ ഇതെല്ലാം വലിയ വലിയ വിഷയങ്ങളാണ്. പക്ഷെ ഈ വലിയ വിഷയങ്ങൾക്കപ്പുറത്ത് ചെറിയ ചെറിയ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. Roads in your panchayats, water facilities, health facilities, small issues. Somebody is unwell, somebody has a particular disease, somebody needs help for something else. These are the smaller everyday issues that you all know and you all are in touch with. റോഡുകളെ സംബന്ധിച്ച്, വെള്ളത്തെ സംബന്ധിച്ച്, ആശുപത്രികളെ സംബന്ധിച്ച്, ചെറിയ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ചികിത്സയുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് അത്തരത്തിൽ ഒട്ടേറെ ചെറിയ വിഷയങ്ങൾ ഉണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന അറിയാവുന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം നമുക്ക് മുന്നോട്ട് പോയേണ്ടതുണ്ട്. For these, as your MP, I would be happy if you brought them to me. Wherever I can help and support to improve situations, I will do my best. I also want to tell you that you have treated me like a family member throughout this campaign. ഞാൻ ഒരു MP എന്ന രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അത് എന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. നമുക്ക് പരമാവധി ആൾക്കാരെ സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കണം. ഇതെല്ലാം നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ചെങ്കിലേ മതിയാവുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നെ നിങ്ങളെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് നിങ്ങൾ എന്നെ സ്വീകരിച്ചത്. You have given me your love, your support, your hard work. നിങ്ങൾ നിങ്ങളുടെ സ്നേഹം തന്നു, നിങ്ങളുടെ കഠിനമായ പ്രയത്നം തന്നു, നിങ്ങളുടെ വാത്സല്യം എനിക്ക് തരികയുണ്ടായി. And so as your family member, I am asking you that you must also give me some criticism, some guidance. അതുകൊണ്ട് നിങ്ങളുടെ ഒരു കുടുംബാംഗം എന്ന പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എനിക്ക് കുറച്ച് വിമർശനങ്ങൾ നിങ്ങൾ എനിക്ക് തരണം, നിങ്ങൾക്ക് എനിക്ക് കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ തരണം. Because I am beginning this journey with you today. Well, I have begun it a few months back. കാരണം ഈ യാത്ര ഞാൻ നിങ്ങളോടൊപ്പം ഈ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസം കൊണ്ടാണ് ഈ യാത്ര ആരംഭിച്ചത്. And I am new here. ഞാൻ ഇവിടെ പുതിയതാണ്. So it is for you to guide me how to go about it. അതുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ആണ് എനിക്ക് ആവശ്യം. If you feel I am not focusing enough on something, you must tell me. ഞാൻ ഏതെങ്കിലും ഒരു മേഖലയെ സംബന്ധിച്ച് കാര്യമായ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അത് എന്നോട് പറയണം. If you feel that I am making a mistake somewhere, you must tell me. ഞാൻ എവിടെയെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ, തെറ്റ് സംഭവിച്ചു പോയാൽ അതിനെ സംബന്ധിച്ചും നിങ്ങൾ എന്നോട് പറയണം. If there are things which are very important to your panchayat, which you feel that need to be addressed immediately, you must tell me. നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം, അത് ഏറ്റവും അടിയന്തരമായി ശ്രദ്ധ വേണ്ട ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് പറയണം. So I look forward to this journey with you. I will be here to stand shoulder to shoulder with you, to hold your hand through anything, your struggles, your difficulties,
and we have many fights we have to fight ahead. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഈ യാത്ര തുടങ്ങിയാണ്. നിങ്ങളുടെ തോളോട് ചേർന്നുകൊണ്ട്, നിങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഈ യാത്ര നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് ഒട്ടേറെ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. In a few months you will have the local body elections. അല്പസമയ മാസങ്ങൾക്ക് ഉള്ളിൽ തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കും. I am sure all of you must be already preparing for that. And then after that, after another few months, you will have the state elections. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് കഴിയുമ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അധികം വൈകാതെ തന്നെ ഉണ്ടാവും. So we cannot rest. We have to keep working and work as hard as we can so that the people of the whole Wayanad Lok Sabha constituency can have a good solid representation, whether it is in the assembly or it is in the parliament, and that we can fight for them and fight for their issues and bring a better development, better future for them here. അതുകൊണ്ട് നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. നമ്മളുടെ പരമാവധി പ്രവർത്തകർക്ക്, നമ്മുടെ നേതാക്കന്മാർക്ക് ജനപ്രാതിനിധ്യം കിട്ടേണ്ട തെരഞ്ഞെടുപ്പുകളാണ്. അത് വഴി നമുക്ക് കൂടുതൽ ജനപ്രാതിനിധ്യം ഉണ്ടാക്കി ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. In the end, I'd like to express again my deepest gratitude to you for everything you did for me to have this victory in the election, and for the strength and the hard work that you put in during the entire election campaign. Thank you very, very much. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ വളരെ അഗാധമായ എന്റെ നന്ദി നിങ്ങളെ അറിയിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഠിനമായ പ്രയത്നം നടത്തിയതിനും ആ വിജയം നമുക്ക് നേടിയതിനും നിങ്ങളുടെ കഠിനമായ പ്രയത്നമുണ്ടായിരുന്നു. അതിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നന്ദി. I look forward to getting to know each one of you much better and to working with you in the next 4.5 years ahead. നിങ്ങളെ ഓരോരുത്തരെയും കൂടുതലായി മനസ്സിലാക്കുന്നതിന്